നമ്മുടെ പ്രയാസകരമായ സമയങ്ങൾ പലപ്പോഴും ജീവിതത്തിലെ മഹത്തായ നിറനിമിഷങ്ങളിലേക്ക് നയിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച നവജ്യോതി കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർ വുമൺ ഒളരിക്കരയിൽ നടന്നത്. നമ്മുടെ സർഗവാസനകളെ തൊട്ടുണർത്തിയ ഒരു വേദിയായിരുന്നു. അതിനായി പ്രയത്നിച്ച ദർശനയുടെ എല്ലാ പ്രവർത്തിച്ച റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനും രാമകൃഷ്ണൻ മാഷിനും നവജ്യോതി കോളേജിലെ റവറൻ സിസ്റ്റർ ഡോക്ടർ ജിജി പോള്, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ സിസ്റ്റർ ജസിൻ തെരേസ്, ഇതിനായി സഹകരിച്ച എല്ലാവർക്കും ദർശനയുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് 194 സ്നേഹ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ഈ സ്നേഹ സംഗമത്തിന് തുടക്കം കുറിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കുമാരി റീന വടകരയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. നമസ്കാരം. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പരീക്ഷണത്തിൻ വാൾമുനയേറ്റി പടനിലത്തിൽ ഞങ്ങൾ വീഴുമ്പോൾ രക്തം ചിന്തി മിഴിനീർപ്പൂവിൽ താഴുമ്പോൾ താങ്ങായി തണലായി ദിവ്യൗഷധിയായി താതാനാഥാ കരം പിടിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. പുല്ലിൽ പൂവിൽ പുഴുവിൽ കിളിയിൽ വന്യജീവനിൽ വനചരനിൽ ജീവബിന്ദുവിൻ അമൃതം തൂകിയ ലോകപാലക ജഗദീശ ആനന്ദത്തിൻ അമൃതം തൂകിയ അരുണകിരണമായി അന്ധകാരമതിൽ അവതരിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥനത്തിനായി കനം പിടി കനലിനുറവിൻ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. താങ്ക് യു റീന. മനോഹരമായി പ്രാർത്ഥനാഗാനം ആലപിച്ചു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നതിനായി ശ്രീമതി അശ്വതി സോമനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദർശന സർവീസ് സൊസൈറ്റിയുടെ 194 സ്നേഹസംഗമത്തിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ഈ സ്നേഹസംഗമത്തിൽ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്ന പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരിയായ റവറൻ ഫാദർ ചാൾസ് ചിറ്റൂർക്കാരനെയാണ്. ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ സ്വന്തവും ദർശന എന്ന വലിയ കൂട്ടുകുടുംബത്തിന്റെ നാഥനുമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ അച്ഛനെയാണ്. നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായി ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മുഖ്യ അതിഥിയായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന തൃശൂർ ഓളിക്കര ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ നവജ്യോതി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ ഡോക്ടർ ബിൻസി ഓജി ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഈ സ്നേഹസംഗമത്തിൽ വിശിഷ്ട അതിഥിയായി എത്തിയ റിട്ടയർഡ് SI ഓഫ് പോലീസ് MK വിജയകുമാർ നായറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സ്നേഹസംഗമത്തിൽ ഈശ്വര ചൈതന്യം നൽകിയ ഈശ്വര പ്രാർത്ഥന പാടിയ കുമാരി റീന വടകരയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. അടുത്തത് എല്ലാ ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്തുന്നതിനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീ ജോസ് കൊരട്ടിച്ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ദർശന സർവീസ് സൊസൈറ്റിയുടെ PRO പിയൂസ് ചേട്ടനെയും മറ്റ് ദർശന അംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം മുഴുവനായും കൃത്യതയോടെ അവതരിപ്പിക്കാൻ എത്തിയ നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട ടീന ചേച്ചിയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയും എത്തിയിരിക്കുന്ന കുമാരി ട്രീസ ചേച്ചിയും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. കൂടാതെ ആശംസ പറയാൻ എത്തിയിരിക്കുന്നവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വളരെ മനോഹരമായി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. അടുത്തതായി ഗ്രൂപ്പുകളെ പരിചയപ്പെടുത്താനും റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനുമായി ശ്രീ ജോസേട്ടൻ കൊരട്ടിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഒറ്ററിയിപ്പ്. ഈ മാസം 23-ാം തീയതി ഞായറാഴ്ച നമ്മുടെ വാർഷികാഘോഷം കൊരട്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആത്മാർത്ഥം പ്രാർത്ഥിക്കുക. 2017 ഡിസംബർ 10 ദർശന ക്ലബ്ബ് തൃശ്ശൂരിൽ ആരംഭം കുറിച്ചു. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം 2022 ജനുവരി 19-ാം തീയതി ദർശന ക്ലബ്ബ് ദർശന സർവീസ് സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. ദർശന സർവീസ് സൊസൈറ്റിയുടെ ഒരു യൂണിറ്റായി പ്രവർത്തിച്ചു വരുന്നു. 2024 ജനുവരി 19 ദർശന ക്ലബ്ബ് രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടു. ദർശന സർവീസ് സൊസൈറ്റി ഇന്ത്യ മുഴുവൻ മുഖ്യമായും ഭിന്നശേഷിക്കാരുടെ സർവോന്മുഖ പുരോഗതിക്ക് വേണ്ടിയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമായ വ്യക്തികളുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ക്രിക്കറ്റിന് വേണ്ടി കാഴ്ചപരിമിതരുടെ 3 ടീമുകൾ, പൂർണ്ണ കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം, ഭാഗിക കാഴ്ചപരിമിതരുടെ 2 ഫുട്ബോൾ ടീം പ്രവർത്തിച്ചു വരുന്നു. കാഴ്ചപരിമിതരുടെ ശിങ്കാരിമേൾ ടീം, ഓർക്കസ്ട്ര ടീം, അവരുടെ തന്നെ ഫ്യൂഷൻ ടീം, നാടൻ പാട്ട് എന്നിവ എടുത്തു പറയത്തക്ക ശ്രദ്ധേയമായ പ്രോഗ്രാമുകളാണ്. കൂടാതെ കാഴ്ചപരിമിതർക്ക് വേണ്ടിയുള്ള ചെസ്സും ഡ്രാമ ടീമും പ്രവർത്തിച്ചു വരുന്നു. ദർശന സ്വിമ്മിംഗ് ടീം കാഴ്ചപരിമിതർക്കും ചലനപരിമിതർക്കും ഉയരം കുറവുള്ളവർക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നീന്തൽ പരിശീലനം നൽകുകയും ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ദർശന വീൽചെയർ ബാസ്കറ്റ്ബോൾ ടീം ചലനപരിമിതർക്ക് വേണ്ടി സ്പോർട്സ് വീൽചെയർ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ബാസ്കറ്റ്ബോൾ പരിശീലിപ്പിക്കുകയും സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് മത്സരങ്ങൾക്കായി പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയ ഗ്രൂപ്പ് ചലനപരിമിതർക്ക് പാട്ടുകൾ പാടുന്നതിനും മാനസിക ഉല്ലാസത്തിനും ബുദ്ധി വളർച്ചയ്ക്കും വേണ്ട കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ നടത്തി വരുന്നു. മത്സരത്തിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി വരുന്നു. തിരുഹൃദയ ഗ്രൂപ്പ് ചലനപരിമിതർക്കും കിടപ്പ് രോഗികൾക്കും പ്രാർത്ഥനയുടെ ആശ്വാസം നൽകുന്ന ഗ്രൂപ്പാണ്. പ്രാർത്ഥനയോടൊപ്പം തന്നെ പരസ്പരം വേദനകൾ പങ്കുവയ്ക്കുവാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് ഉയരം കുറഞ്ഞവർക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പാണിത്. ഇതിലൂടെ അവരുടെ മാനസിക ശാരീരിക വേദനകൾ പരസ്പരം പങ്കുവയ്ക്കുവാനും കലാകായിക വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ഗ്രൂപ്പാണ്. മാർഗദർശികളുടെ കൂട്ടായ്മ ദർശന ക്ലബിന്റെ ചാനലിലൂടെ മാർഗദർശികളുടെ അഭിമുഖത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ കൂട്ടായ്മയാണ്. ഈ അഭിമുഖത്തിൽ കാഴ്ച പരിമിതരും ചലന പരിമിതരും ഉയരം കുറഞ്ഞതുമായിട്ടുള്ള 439 വ്യക്തികൾ പങ്കെടുക്കുകയുണ്ടായി. അവർ ലേഡി ഓഫ് സോറസ് വിധവകളായി വീട്ടിൽ കഴിയുന്ന വ്യക്തികളുടെ കൂട്ടായ്മയാണ് വ്യാകുല മാതാവിന്റെ കൂട്ടായ്മ. ഈ കൂട്ടായ്മയിലൂടെ അവരുടെ മാനസിക ശാരീരിക വിഷമതകൾ പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ധൈര്യം സംഭരിക്കുന്നതിനും പ്രവർത്തിച്ചു വരുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വ്യക്തികൾക്കും അവരുടെ മക്കൾക്കും സാമ്പത്തികമായി സഹായം നൽകുന്നതിനും ഈ ഗ്രൂപ്പിൽ തയ്യാറാകുന്നു. ഏതൻ ഗ്രൂപ്പ് മക്കളില്ലാത്ത ദമ്പതികളുടെ കൂട്ടായ്മയാണ് ഏതൻ ഗ്രൂപ്പ്. ഏതെങ്കിലും തരത്തിൽ വിഷമം മൂലം വേദന അനുഭവിക്കുകയും തിരസ്കരണം നേടുകയും ചെയ്യുന്ന ദമ്പതികൾ ഒത്തൊരുമിച്ച് പരസ്പരം വിഷമതകൾ പങ്കുവയ്ക്കുവാനും സാമൂഹിക പ്രവർത്തനങ്ങളുടെ കർമ്മനിരതരാക്കാനും ഈ ഗ്രൂപ്പിലുള്ളവർ തയ്യാറാകുന്നു. ദർശന യൂട്യൂബ് ചാനൽ 2020 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച ദർശന ക്ലബ് യൂട്യൂബ് ചാനൽ ഭിന്നശേഷിക്കാരുടെ അഭിമാനമായ ചാനലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 9,000-ൽ പരം സബ്സ്ക്രൈബേഴ്സ് ഇതിലുണ്ട്. ദർശന ക്ലബ് യൂട്യൂബ് ചാനലിലൂടെ ഭിന്നശേഷിക്കാരുടെ കലാവാസനകൾ പ്രകടമാക്കുന്നതിനും കനവെന്ന പ്രോഗ്രാം
ആത്മീയമായി ഉന്നമനത്തിനുള്ള ക്ലാസുകൾ, സമകാലിക വാർത്തകൾ, സ്നേഹസംഗമം തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ നടത്തി വരുന്നു. വർഷത്തിലൊരിക്കൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വെച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അത്ലറ്റ് മീറ്റും വടംവലി മത്സരവും പഞ്ചഗുസ്തി മത്സരവും നടത്തി വരുന്നു. ഭിന്നശേഷിക്കാർക്ക് വേണ്ടി വിനോദയാത്രകളും ഉപജീവനാർത്ഥം സ്വയം തൊഴിലിനു വേണ്ടി പരിശീലനങ്ങളും അവസരങ്ങളും സജ്ജമാക്കുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുന്നതിന് സുമനസ്സുകളായ വ്യക്തികളുടെ DSS ദർശന ഫ്രണ്ട്സ് ഗ്രൂപ്പും പ്രവർത്തിച്ചു വരുന്നു. ദർശനയുടെ പ്രവർത്തനങ്ങൾക്ക് ന്യൂനതവും ക്രിയാത്മകവുമായ ചിന്തകൾ പങ്കുവയ്ക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു ഉപദേശ സമിതിയും പ്രവർത്തിച്ചു വരുന്നു. സ്നേഹസംഗമം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ് ഓൺലൈനിൽ സ്നേഹസംഗമം കൂട്ടായ്മ നടത്തി വരുന്നു. സ്നേഹസംഗമത്തിൽ പങ്കെടുക്കുന്ന മതനേതാക്കളുടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസുകളും സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വരുന്ന വ്യക്തികളുടെ മുഖ്യ പ്രഭാഷണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളെ പറ്റി പരിചയപ്പെടുത്തലുകളും സമൂഹത്തിന്റെ മുന്നിലുള്ള വ്യക്തികളുടെ പ്രസംഗങ്ങളും ഈ പ്രോഗ്രാമിൽ നടത്തി വരുന്നു. പ്രിയം നിറഞ്ഞവരെ, 22/2/2025 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ദർശന ക്ലബ്ബ് ഡയറക്ടർ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMയുടെ അധ്യക്ഷതയിൽ ചേർന്ന 194-ാം സ്നേഹസംഗമത്തിന്റെ റിപ്പോർട്ട്. ഇന്നത്തെ സ്നേഹസംഗമം നടത്തിയത് ദർശന തിരുഹൃദയ ഗ്രൂപ്പ്. അവതരണം ജിഫിൻ KJ. ഇരിങ്ങാലക്കുട. പ്രാർത്ഥന കുമാരി ബിന്ദു മാള. സ്വാഗതം കുമാരി ഷാലി PR പുല്ലോക്കാരൻ. റിപ്പോർട്ട് കുമാരി സിമിൽ സെബാസ്റ്റ്യൻ. റിപ്പോർട്ട് യോഗം പാസാക്കി. ചില സാങ്കേതിക കാരണങ്ങളാൽ യോഗത്തിൽ അധ്യക്ഷനെത്താൻ സാധിച്ചില്ല. ഉദ്ഘാടനം ചെയ്തത് കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി റവറൻ ഫാദർ ശ്രീബു നെല്ലിശ്ശേരി അച്ഛനായിരുന്നു. സ്നേഹം നിറഞ്ഞ സോളമൻ അച്ഛ, മറ്റു വിശിഷ്ടാതിഥികളെ, മറ്റംഗങ്ങളെ, ഞാൻ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം ജോസേട്ടൻ വിളിച്ചൊരു യോഗത്തിൽ വന്നിട്ടുണ്ട്. അന്ന് വളരെ സന്തോഷം തോന്നി. ഇന്നും മീറ്റിംഗിൽ വിളിച്ചപ്പോൾ വന്നത് അതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചിട്ടയായി, പരിപാടികളെല്ലാം വളരെ മനോഹരമാണ്. അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്യുന്നു. വിശിഷ്ടാതിഥിയായി എത്തിയത് മെഡിക്കൽ കോളേജിൽ പീഡിയാട്രിക് സർജറി വിഭാഗം ഡോക്ടർ ബെജോൺ ജോൺസൺ MS MCS CN പ്രൊഫസർ CAP അവർകളായിരുന്നു. സോളമൻ അച്ഛ, ഷിബു അച്ഛ, മറ്റ് അതിഥികളെ, ഞാൻ പല മീറ്റിങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത് വേറിട്ടൊരു നല്ല അനുഭവമായിരുന്നു. അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എത്രയോ മഹത്തരമാണ്. താഴെ നിന്ന് ഉയരങ്ങളിലേക്ക് കൈപിടിച്ച് ഉയർത്തി നടത്തുന്ന സോളമൻ അച്ഛന്റെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. എന്നെ വിളിച്ചതിനും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ സാധിച്ചതിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ആശംസ പറഞ്ഞത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് മെമ്പർ ശ്രീ ഷാജു കാളിയങ്കര അവർകളായിരുന്നു. ഞാൻ കൂടിയിട്ടുള്ള മീറ്റിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യസമയത്ത് വളരെ അടുക്കും ചിട്ടയോടും കൂടി മീറ്റിംഗ് നടത്തുക വളരെ അഭിനന്ദനങ്ങൾ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അനുമോദനങ്ങളും ആശംസകളും നേരുന്നു. ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എന്നെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുമെന്ന് വിളിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നത് മിനി ഔസേപ്പ്, ജിഫിൻ KJ, ട്രീസ മുള്ളൂർക്കര. 3 പേരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. എല്ലാവരും 3 പേർക്ക് ആശംസകൾ നേർന്നു. അവർ നന്ദി പറയുകയുണ്ടായി. യോഗാവസാനം നന്ദി പറഞ്ഞത് കുമാരി ആനി തെക്കൻ താണിശ്ശേരി. യോഗം അവസാനിച്ചു. ഈ റിപ്പോർട്ട് യോഗ സമക്ഷം സമർപ്പിക്കുന്നു അംഗീകാരത്തിനായി. റിപ്പോർട്ട് പാസ്സാക്കല്ലേ? റിപ്പോർട്ട് പാസ്സാക്കല്ലേ? പാസ്സാക്കാം. ജോസേട്ടൻ നമ്മുടെ അച്ഛനൊന്ന് വിളിക്കായിരുന്നു കേട്ടാ. അധ്യക്ഷപദം അലങ്കരിക്കുന്നതിനായി ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റും ദർശന തറവാടിന്റെ എല്ലാമായ റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ CMI അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഈ ഗ്രൂപ്പ് മീറ്റിംഗിൽ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ടാതിഥികളായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നന്ദിയും അർപ്പിക്കുന്നു. നമ്മുടെ ദർശന സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് ദർശനം സംബന്ധിച്ചിടത്തോളം വാർഷിക ആഘോഷമാണ് അതിന്റെ ആഘോഷം എന്ന് പറയുന്നത്. ദർശനയുടെ എല്ലാത്തിന്റെയും ആഘോഷമായിട്ട് നമ്മൾ കാണുന്നത് ദർശന സർവീസ് സൊസൈറ്റിയുടെ വാർഷിക ആഘോഷമാണ്. അത് നമ്മൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 1-ാം തീയതി. ഇന്ന് മുതൽ പ്രത്യേകമായ ഒരുക്കങ്ങൾ നമ്മൾ നടത്തുകയാണ് ചെയ്യുന്നത്. പയ്യെ നമ്മൾ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ കൂടുതലായിട്ട് ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഒരുക്കങ്ങൾ തകൃതിയായിട്ട് നടത്തുകയാണ്. കൊരട്ടിയിൽ വെച്ചിട്ടാണ്, അവർക്ക് അറിഞ്ഞു കാണുമായിരിക്കും, കൊരട്ടിയിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ജോസ് കൊരട്ടിയുടെ നേതൃത്വത്തിലാണ്, അതായത് ജനറൽ കോർഡിനേറ്റർ ആയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നു. ജോസേട്ടൻ
ജോസഫിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു തന്റെ നാട്ടില് ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് ജോസഫ് ഒത്തിരിയേറെ അഹോരാത്രം പ്രവർത്തിച്ചു. അതിന്റെ പരിണത ഫലമായിട്ട് കൊരട്ടി പള്ളി നമുക്ക് വേണ്ടിയിട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി സ്പോൺസർഷിപ്പ് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് നമുക്ക് വേണ്ടിയിട്ട് അവര് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതില് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ പ്രവർത്തന മേഖലകളിൽ നല്ല സന്തോഷത്തോടെ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഏകദേശം ഇപ്പോൾ കേട്ടറിഞ്ഞ അവസ്ഥ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ 200-ൽ പരം ആൾക്കാർ ഇതില് 150-ന്റെ അടുത്ത് തന്നെ ഭിന്നശേഷിക്കാരാണ് വരുന്നത്. പിന്നെ മറ്റുള്ള ആൾക്കാർ ഏകദേശം ഒരു 100ഓളം പേര് വരുന്നുണ്ട്. പിന്നെ കൊരട്ടിയിലുള്ള ദേശവാസികളെല്ലാം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും. അങ്ങനെ ഏകദേശം ഒരു 300-ന്റെ അടുത്ത് നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ളവര് അല്ലെങ്കിൽ ഇത് സഹകരിക്കുന്നവര്, അഭ്യുദയകാംക്ഷികൾ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ 300-ന്റെ അടുത്തുള്ള വ്യക്തികളാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പൊ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ലീഡേഴ്സിനും അതുപോലെ ഇൻചാർജുമാർക്കും ഉത്തരവാദിത്തങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അപ്പൊ അവര് മാക്സിമം അത് ഭംഗിയായിട്ട് നടത്താനായിട്ട് മനസ്സാകണം എന്ന് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലില്ലി ചേച്ചിയും പിന്നെ അതുപോലെ തന്നെ പിയൂസേട്ടനും മിനി ഔസേപ്പും സാജി ജോണും ഇവര് അതുപോലെ തന്നെ സിജോണും ഇവരെല്ലാവരും ഇതിന്റെ പുറകില് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവരും ലീഡേഴ്സ് ആയിട്ടുള്ളവര് താങ്കളുടെ എന്താണ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുക താങ്കൾക്ക്, അപ്പൊ അതെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം ഇത് എന്റെ ഡ്യൂട്ടിയല്ലല്ലോ, അവര് നടത്തുന്നതല്ല, ഞാൻ അങ്ങ് ചെന്നാൽ പോരെ, അവിടെ എല്ലാം അറേഞ്ച്ഡ് അല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകരുത്. ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്റെ ഈ സൊസൈറ്റിയോട് അല്ലെങ്കിൽ എന്റെ ഈ കൂട്ടായ്മയോട് ഞാൻ കൂറ് പുലർത്തുന്നില്ല എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അത് ചെയ്യാം. എന്നെ അവിടെ സ്വീകരിക്കാൻ ആളുണ്ടോ, എന്നെ വീൽ ചെയറിൽ ഇരുത്താൻ ആളുണ്ടോ, അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്ന് മാറ്റി വെക്കാൻ ആളുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ നമുക്കുണ്ടാവരുത്. മറിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറണം. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്റേതായ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റണം. അതല്ലാതെ എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ ടേക്ക് കെയർ ചെയ്യാനും ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വന്നേക്കാം, അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നമുക്ക് പാടില്ല. മറിച്ച് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നേരത്തെ ചെയ്യാൻ പറ്റുന്നതുണ്ടാവാം, ആ ദിവസം ചെയ്യാൻ പറ്റുന്നതുണ്ടാവാം, അതിന് തുടർന്നും ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടാവാം. അത് നമ്മളിൽ ഉണ്ടാകാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. അപ്പൊ എല്ലാവരും നല്ല മനസ്സോടുകൂടി ആയിരിക്കണം മുന്നോട്ട് വരേണ്ടത്. അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പങ്ക് പ്രോജക്റ്റിന്റെ 4ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ആഴ്ച മുതൽ 4 ആഴ്ച നമ്മളുടെ ഏകദേശം കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വിജയകരമായിട്ട് അത് മുന്നേറുന്നു. ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇന്റർവ്യൂവിന് ഒരു കൊച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് ഭംഗിയായിട്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ അവരുടെ ഇന്റർവ്യൂ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ അവൻ അവിടെ ജോലിയാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അമല മിഷൻ ഹോസ്പിറ്റലുകളിൽ അവർക്കൊക്കെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവർ നടത്തുന്നുണ്ട്. പലരും വന്ന് കുട്ടികളെ കാണുന്നുണ്ട്. അവർ ജോലിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണത്തിനും പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. 20-ാം തീയതിയോട് കൂടിയിട്ട് ഈ പ്രോജക്റ്റ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ അവർക്ക് ജോലിയുടേതായ ഈ 1-ാം തീയതി മുതൽ അവർക്ക് ജോലിയുടേതായ കാര്യങ്ങളാണ് അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം ഭംഗിയായിട്ട് തീരാനായിട്ടും ഇനിയും നിങ്ങൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ നമ്മൾ പല പ്രോഗ്രാമുകളും ഇതിനോടൊപ്പം എല്ലാ ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അതെല്ലാം ഭംഗിയായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റിഹേഴ്സൽ ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊന്നും നമുക്ക് റിഹേഴ്സൽ ഉണ്ടായിരുന്നില്ല. ഈ വർഷം കൊരട്ടി ദേശവാസികൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നു എന്നുള്ളത് കൊണ്ട് ഏറ്റവും വ്യക്തമായിട്ട് റിഹേഴ്സലോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല പ്രോഗ്രാംസ് മാത്രമേ 1 മണി മുതലുള്ള പ്രോഗ്രാമിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുക. ഉഴപ്പില് നാണം, മടി അതൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ വേണ്ട. അതൊക്കെ മുന്നേ നമുക്ക് വേണമെങ്കിൽ ആകാം. നാണം, മടിയൊക്കെ മുന്നാകാം. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറുമ്പോൾ ഇതൊന്നും നാണമില്ല, മാനമില്ല. നമ്മള് പ്രോഗ്രാം എന്താണ് ഉദ്ദേശിച്ചത് ആ പ്രോഗ്രാം അത് ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. അപ്പൊ എല്ലാവർക്കും ഇതെല്ലാം ഒരു അവസരമാണ്. നമ്മൾ കൂടാനുള്ള ഒരു അവസരം, നമ്മുടെ പെർഫോമൻസ് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം, നമ്മുടെ ഗ്രൂപ്പുകളെ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം, എല്ലാ അവസരങ്ങളാണ്. അപ്പൊ ഈ അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന് ഞാനിപ്പോ പെരുമ്പിലാവില് ജിഷോ എന്ന് പറഞ്ഞിട്ടുള്ള സഹോദരന്റെ അപ്പച്ചന്റെ ആണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. അവരുടെ വീട്ടിലാണ്. അപ്പൊ
ഞാനിപ്പോ വീഡിയോ കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പൊ അല്ലെങ്കിൽ അവിടെ വന്ന് അവരൊക്കെ ഒന്ന് കണ്ടു പോകാനായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഈ പ്രോജക്റ്റ് ഇനി തുടർന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും. അടുത്ത ഏപ്രിലായിരിക്കും അടുത്ത പ്രോജക്റ്റ് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർ മാത്രം മതി. ജോലി വേണ്ട, ഞാനൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം എന്ന് ചിന്തിക്കുന്നവര്, വീട്ടിൽ പൈസ ഉണ്ട്, വീട്ടുകാർ തന്നെ സപ്പോർട്ട് ചെയ്യോ, ഞാനെന്തിനാ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണേ, ഞാൻ ഭിന്നശേഷിയല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാകണം എന്നാണ് ഞാൻ പറയുക. സാധാരണ അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗവും. അപ്പൊ ഭിന്നശേഷിക്കാർ, നമ്മുടെ ഇടയിലുള്ള ഭിന്നശേഷിക്കാർ അങ്ങനെ ആകരുത് എന്ന് ഞാൻ ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ വീടിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതല്ലാതെ വീട്ടുകാർ എനിക്ക് ചെയ്തു തരട്ടെ എന്നുള്ള ഒരു മനോഭാവം നമ്മൾ മാറ്റിവെക്കുക. എനിക്ക് എന്നാൽ സാധിക്കുന്ന രീതിയിൽ ഞാൻ എൻ്റെ വീട്ടുകാർക്ക്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ഒരു അത്താണിയായിട്ട് മാറ്റാനായിട്ട് ഞാൻ പരിശ്രമിക്കണം. പറ്റുന്ന രീതിയിൽ, ചിലപ്പോൾ ഒരു വിരലായിരിക്കാം എനിക്ക്, ഒരു വിരലുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം ചെയ്യാനായിട്ട് തയ്യാറാകാം. അതുപോലെ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാകണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ സ്നേഹസംഗമത്തിന്റെ ആശംസകളും ഒരുക്കങ്ങൾക്കുള്ള ഒരു പ്രോത്സാഹനം നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു അച്ഛാ. ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഏറെ സ്നേഹത്തോടെ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് പാറക്കടവ് ഫ്ലവർ ചർച്ച് വികാരി റവറൻഡ് ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. സ്നേഹമുള്ള സോളമനച്ച, സ്നേഹമുള്ള ദർശന കുടുംബാംഗങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വളരെ ഭംഗിയായിട്ട് ഒരു മീറ്റിംഗ് അത് ഓൺലൈനിൽ കൂടാനും ഒരുമിച്ച് നിങ്ങളുടെ ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കാനും, അതുപോലെ തന്നെ റിപ്പോർട്ടിലും സോളമനച്ചനായാലും പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കുകയായിരുന്നു. ദൈവം നിങ്ങൾ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതായിരിക്കണം ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്യാനും, പരസ്പരം ആശ്വസിപ്പിക്കാനും, പരസ്പരം സന്തോഷം പകരാനും, പ്രോത്സാഹിപ്പിക്കാനൊക്കെ ആയിട്ട് ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തതായിരിക്കണം. എന്തായാലും നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് സോളമനച്ചനെയും ഈ കാര്യങ്ങളൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന സോളമനച്ചനെയും അച്ഛൻ്റെ കൂടെ നിന്ന് വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്. ഇതിനുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. നിങ്ങൾ ഇനി വാർഷികാഘോഷങ്ങളും മറ്റു പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ ഞാൻ സെമിനാരിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ റക്ടർ അച്ഛൻ ഉണ്ടായിരുന്നു, സെബാസ്റ്റ്യൻ മഞ്ഞുകാരൻ അച്ഛൻ. അച്ഛൻ ഇങ്ങനെ സെമിനാരികളിൽ നിങ്ങൾക്ക് അറിയാലോ, എന്തായാലും നമ്മുടെ സെമിനാരിൽ കയറിയാൽ നന്നായി പഠിക്കണം, അത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. അപ്പൊ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. ദൈവമേ എന്ത് ചെയ്യും, അവിടെ സെമിനാരിലൊക്കെ ജയിക്കണം എന്നുണ്ടെങ്കിൽ 60% മാർക്ക് വേണമെന്നാണ്. ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട മൈനർ സെമിനാരിലൊക്കെ ജയിക്കണം എന്നുണ്ടെങ്കിൽ, പാസ്സാവണം എന്നുണ്ടെങ്കിൽ 40 പരീക്ഷ എന്നുണ്ടെങ്കിൽ 24 മാർക്ക് വേണം, എന്നാലും പാസ്സായതായിട്ട് കണക്കാക്കുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. ദൈവമേ കഷ്ടിച്ച് 10ാം ക്ലാസ്സൊക്കെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി കഷ്ടിച്ച് പാസ്സായ ടീമുകളാണ്. എങ്ങനെ ഇവിടെ വന്നിട്ട് എല്ലാ വിഷയത്തിലും 60% മാർക്ക് വാങ്ങിച്ചാൽ അവിടെ പാസ് മാർക്ക് ആവുള്ളൂ. ഇതിനും കൂടി കൂടുതലൊക്കെ വാങ്ങിച്ചാലാണ് എന്തെങ്കിലും പഠിച്ചു എന്നുള്ളൊരു ലെവലെത്തുള്ളൂ. പക്ഷെ ഞങ്ങളുടെ പഞ്ഞകാരനച്ഛൻ ഞാൻ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് പഠിക്കുക. മാർക്ക് നമുക്ക് വിഷയമുള്ള കാര്യമല്ല. മാർക്ക് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു കഴിവുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾക്ക് 60% മാർക്ക് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ 60% വാങ്ങിക്കുക. ചിലർക്ക് 80% വാങ്ങാനുള്ള ഒരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്, അവർ 80% വാങ്ങണം. ചിലർക്ക് 70% വാങ്ങാനുള്ള കഴിവാണ് നൽകിയിട്ടുള്ളത്, അവർ 70% വാങ്ങണം. എനിക്ക് തോന്നുന്നു ഈ താലന്തുകളുടെ ഉപമ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ ഉപമയുണ്ട്. അതിലും ഇത് തന്നെയാണ് പറയുന്നത്. 5 താലന്ത് കൊടുത്തവൻ അവന് 5ഉം കൂടി നേടാനുള്ള ഒരു കഴിവുണ്ട്, ഒരു അവസരമുണ്ട്. 3 താലന്ത് കൊടുത്തവന് 3ഉം കൂടി നേടായിരുന്നു. 1 താലന്ത് മാത്രം കൊടുത്തവനുണ്ട്, അവൻ ചെന്നിട്ട് അത് മണ്ണിലിങ്ങനെ കുഴിച്ചിടുകയാണ്. അപ്പൊ ഈ യജമാനം വന്നിട്ട് അവനെ മാത്രം ചീത്ത പറയുന്നുണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യായിരുന്നു, ഒന്നും ചെയ്തില്ലെങ്കിലും ഇത് പലിശക്കാരുടെ കൊടുത്തുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിനക്ക് അത് ഇരട്ടിയാക്കി എനിക്ക് തിരിച്ചു തരാമായിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് ദൈവം എന്താണോ നമുക്ക് നൽകിയിട്ടുള്ളത് അതിനനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ മുനീബ മുൻസാരി എന്നൊക്കെ പറയുന്ന ആ സ്ത്രീയൊക്കെ, പാകിസ്ഥാനിലെ ആ സ്ത്രീയൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിക്ക് ജൂനിയർ ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് അവർക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിലെ ഓരോരുത്തരും അവർക്ക് ഉള്ളത് വെച്ച്, അവർക്കുള്ള കഴിവ് വെച്ച്, അവർക്കുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് ആകുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയാൽ
ഈ ലോകമൊക്കെ വേറെ ലെവലായി തീരും. നിങ്ങൾ എന്തായാലും അത് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള കഴിവ് വെച്ച്, നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും വെച്ച് അതിനോട് പൊരുത്തപ്പെട്ട് ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ റിപ്പോർട്ടിൽ നിന്നും സോളമൻ അച്ഛന്റെ വാക്കുകളിൽ നിന്നൊക്കെ ഞാൻ കേട്ടത്. അത് ഞാൻ തുടർന്ന് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ ഒരു സമ്മേളനം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു അച്ഛ, വളരെ നന്ദി. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായി മുഖ്യ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് നവജ്യോതി കോളേജ് ഓഫ് ടീച്ചർ ഫോർ എഡ്യൂക്കേഷൻ വുമൺ ഒളരിക്കരയിലെ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ബിൻസി ഓജി മാഡമാണ്. നവജ്യോതി എന്ന പേര് പോലെ തന്നെ പുതിയ വെളിച്ചം പകർന്നുകൊണ്ടാണ് ഓരോ ടീച്ചേഴ്സും സ്റ്റുഡൻസും നമ്മളെ വരവേറ്റത്. ഡോക്ടർ ബിൻസി മാഡത്തെ ഏറ്റവും ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വെൽക്കം ടു സ്ക്രീൻ. ഇന്നത്തെ യോഗത്തിന്റെ മീറ്റിംഗിലെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന റവറൻഡ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ ഇന്ന് ഉദ്ഘാടനം നടത്തി നമുക്ക് പ്രഭാഷണം നൽകിയ പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി റവറൻഡ് ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ, ഇന്നത്തെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന റിട്ടയർഡ് SI ഓഫ് പോലീസ് ശ്രീ LK വിജയകുമാർ അവറുകൾ, ഈ ഒരു ക്ലബിന്റെ PRO ആയിരിക്കുന്ന പിയൂസ് കോട്ടപ്പുറം അവറുകൾ. ഇന്നത്തെ യോഗത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ബ്രോഷറിൽ നിന്ന് മനസ്സിലായത് ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണെന്നാണ്. അതിൽ ഓരോ മെമ്പേഴ്സ് ഇന്നിപ്പോ അവതരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ലീന മാം, മറ്റു പല വിശിഷ്ട വ്യക്തികളുടെയും നേതൃത്വത്തിലാണ് ഈ ദർശന ക്ലബ് ഇത്രയും ഭംഗിയായി മുന്നോട്ട് പോകുന്നത്. ഒപ്പം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന ഏവരെയും പ്രത്യേകമായി നമസ്കരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ആദ്യമേ എനിക്ക് പറയാനുള്ളത് നന്ദിയുടെ വാക്കുകളാണ്. ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ ഭാഗമാക്കാൻ എനിക്ക് സാധിച്ചിട്ടേയില്ല. നവജ്യോതി കോളേജിൽ കഴിഞ്ഞ ശനിയാഴ്ച ഈ സമയത്ത് ദർശന ക്ലബിന്റെ നേതൃത്വത്തിലുള്ള ആർട്സ് ഫെസ്റ്റ് ആണ് അരങ്ങേറിയത്. ആ ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ഒരു അനുഭവം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു പോകാത്തതായിരുന്നു. അത് അന്ന് തന്നെ ഞാൻ എന്റെ ആശംസാ പ്രസംഗത്തിൽ അപ്പം ഞാൻ ഏറ്റവും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം, ഇതിലെ ഓരോ അംഗങ്ങളും ഇതിനെടുക്കുന്ന ശുഷ്കാന്തി. ഇതിന്റെ റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, ഇതിൽ വന്ന് ഓരോ കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ പ്രത്യേകം സൂചിപ്പിച്ചൊരു കാര്യം, ഇതിൽ ഓരോ വ്യക്തികളും ഈ ഒരു കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകുന്ന താല്പര്യം, അതിനെടുക്കുന്ന ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അത് ഒരിക്കലും പോലും നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ ബൈബിളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ജനസിന്റെ ബുക്കാണ് ഏറ്റവും ആദ്യത്തെ പുസ്തകമാണ് പഴയ നിയമത്തില്. ആ പഴയ നിയമത്തിൽ സൃഷ്ടിയുടെ ഉത്ഭവത്തെ കുറിച്ച്, സൃഷ്ടി കർമ്മത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് വിവരിക്കുന്നുണ്ട്. അതില് ദൈവം ഓരോ ദിവസവും തന്റെ സൃഷ്ടികർമ്മം പൂർത്തിയാകുമ്പോൾ മാറി നിന്ന് പറയുന്നുണ്ട്, എല്ലാം വളരെ ഭംഗിയായിരിക്കുന്നു. ആദ്യത്തെ ദിവസം സൃഷ്ടികർമ്മത്തിലെത്തിയ സമയത്ത്, എല്ലാം തീർന്ന സമയത്ത്, സൃഷ്ടി ആ ദിവസം ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം തീർന്നപ്പോൾ ദൈവം മാറി നിന്ന് പറയാണ്, എല്ലാം ഭംഗിയായിരിക്കുന്നു, ഇനി അടുത്ത ദിവസത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അടുത്ത സൃഷ്ടികർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ. ഒരിക്കൽ പോലും ദൈവം അവിടെ പറഞ്ഞിട്ടില്ല, അയ്യോ ഞാൻ ചെയ്തതിൽ കുറച്ചുകൂടെ ഭംഗി വരാനുണ്ട്, കുറച്ചുകൂടി പൂർണ്ണത വരാനുണ്ട് എന്നുള്ളൊരു വിചാരം പോലും ദൈവത്തിന് ഉണ്ടായിട്ടില്ല. അതിനർത്ഥം സൃഷ്ടികർമ്മത്തിൽ എല്ലാം തന്നെ വളരെ ഭംഗിയായി സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം സൃഷ്ടിച്ചത് ഏറ്റവും മഹത്വരമായ സൃഷ്ടിയായിരുന്നു. അതാണ് മനുഷ്യൻ. ഈ മനുഷ്യരെ സൃഷ്ടിച്ച സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. മനുഷ്യരെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ അവന് എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്വവും ഈ സൃഷ്ടികർമ്മത്തിലുള്ള മറ്റ് എല്ലാ
ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും മേലെ അധികാരം നൽകിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വമാണ് മനുഷ്യനെ. അന്നും മാറി നിന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടാവുക ഇത് തന്നെയാണ്, എന്റെ സൃഷ്ടിയിലെ ഏറ്റവും മഹത്തരമായ മനുഷ്യ സൃഷ്ടിയും വളരെ നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ വലിയ സൃഷ്ടാവിലൂടെയാണ്. പൂർണ്ണത എന്നുള്ളത് തീർച്ചയായും ഉണ്ടായിരിക്കുന്ന ഒരു സൃഷ്ടികർമ്മത്തിന്റെ ഉദാഹരണങ്ങളാണ് നാം ഓരോരുത്തരും. എന്നാൽ നമ്മളിങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ശാസ്ത്രപരമായ വളർച്ചയിലൊക്കെ എത്തിയപ്പോൾ നമ്മൾ അറിയാതെ മാനുഷികമായ ചില അളവുകോലുകൾ വെച്ചുകൊണ്ട് പൂർണ്ണതയും അപൂർണതയ്ക്കും ഒക്കെ വ്യാഖ്യാനങ്ങൾ നൽകാൻ തുടങ്ങി. 2 കണ്ണും കാഴ്ചയുള്ളതായും 2 കാലുകളും കൈകളും ശക്തമായി നടക്കാനും പ്രവർത്തിക്കാനും ഉള്ളതും അതുപോലെ നല്ല കേൾവി ശക്തിയുള്ള 2 ചെവികൾ ഉണ്ടെങ്കിൽ ഇതെല്ലാം തികഞ്ഞാൽ നമ്മൾ പൂർണ്ണരാണെന്നും അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു വൈകല്യം വന്നാൽ അത് അപൂർണമാണെന്നുമുള്ള മനുഷ്യന്റെ ഒരു അപക്വമായിട്ടുള്ള അളവുകോലുകൾ കൊണ്ട് നമ്മൾ ഇതിനെ നിർവചിക്കാനൊക്കെ തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ ഒന്ന് മാറി നിന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കൊക്കെ വന്നത്. സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോഴും അതിന് നമുക്ക് കുറേയധികം ഇൻഗ്രീഡിയൻസ് ആവശ്യമാണ്. ഏതൊരു വസ്തു, ഏതൊരു ഉൽപ്പന്നം സൃഷ്ടിക്കപ്പെടണമെങ്കിലും അതിന് കുറേയധികം ഇൻപുട്സ് വേണം, അസംസ്കൃത വസ്തുക്കൾ വേണം. അല്ലെങ്കിൽ നമ്മൾ അടുക്കളയിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഭവം തയ്യാറാക്കണമെങ്കിൽ അതിന് കുറേയധികം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കുക. അത് ഓരോന്നും അതിന്റെ പാകത്തിന് വരുമ്പോഴാണ് ആ വിഭവം അല്ലെങ്കിൽ ആ ഉൽപ്പന്നം ഏറ്റവും മികച്ചതായി മാറും. നമ്മെ ഈ ലോകത്തിലേക്ക് സൃഷ്ടിച്ചയക്കുന്ന സൃഷ്ടാവിനറിയാം ഈ ലോകത്തിൽ എനിക്കുള്ള അല്ലെങ്കിൽ അവനുള്ള അവൾക്കുള്ള ഉത്തരവാദിത്വം എന്താണ്. ആ ഉത്തരവാദിത്വം ഈ ഒരു ഭൂമിയിൽ സൃഷ്ടിച്ച് നിർവഹിച്ച് തിരിച്ചു പോരുന്നതിന് എന്തൊക്കെയാണ് അവനുണ്ടായിരിക്കേണ്ട കഴിവുകൾ, എന്തൊക്കെയാണ് അവനിലുണ്ടായിരിക്കേണ്ട ഇൻഗ്രീഡിയൻസ്, എന്തൊക്കെയാണ് അവനെ പൂർണ്ണനാക്കാൻ എന്തൊക്കെയാണ് അവന് വേണ്ട റിക്വയർമെന്റ്സ് കൃത്യമായി അറിയുന്ന ഒരാളാണ് നമുക്ക് സൃഷ്ടാവ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്ന, നാം വഴി നമ്മളുടെ ഈ ലോകത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള സൃഷ്ടാവ് അതിന് വേണ്ടതായ ഒന്നും തന്നെ നമ്മളിൽ കുറവാക്കി വെച്ചിട്ടുണ്ടായിരിക്കില്ല എന്നത് തീർച്ചയായും നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ മാനസികമായ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നും ചിലരെല്ലാം അപൂർണരും ചിലരെല്ലാം പൂർണ്ണരും എന്നൊക്കെ നമ്മൾ അറിയാതെ അതിനെ നിർവചിക്കും. പക്ഷെ നമ്മളെ ഏൽപ്പിക്കപ്പെടുന്ന നമ്മുടെ ഉത്തരവാദിത്വത്തിന് പൂർണ്ണതയിൽ വേണ്ടതായ എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, ഇതിലുള്ള അംഗങ്ങൾ എന്ന് പറയുന്നതെല്ലാം എല്ലാ തരത്തിലും പൂർണ്ണരാണ്. അതിനെ വളരെ ദൈവികമായ കണ്ണുകളിലൂടെ കാണുമ്പോൾ നമുക്കതിന്റെ പൂർണ്ണതയെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ബൈബിളിൽ പറയുന്ന വലിയൊരു സാക്ഷ്യമുണ്ട് മോശ പ്രവാചകന്റെ. മോശ പ്രവാചകനെയാണ് ദൈവം മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഇടയിൽ ഒരു മീഡിയേറ്ററായി ദൈവം പറഞ്ഞ 10 കൽപ്പനകൾ മോശയിലൂടെയാണ് ലോകത്തിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടത്. അത് മീഡിയേറ്റർ ആയിട്ട് നിന്നത് മോശയാണ്. എന്നാൽ ഈ മോശ എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, മോശയ്ക്ക് കൃത്യമായി വ്യക്തമായും സംസാരിക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും വലിയ ഉത്തരവാദിത്വം, അതും മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഇടയിൽ ഒരു മീഡിയേറ്ററായി, ഒരു നല്ല കമ്മ്യൂണിക്കേറ്ററായി വർത്തിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട മോശയ്ക്ക് ഉണ്ടായിരുന്ന ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്ന മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കുമെന്ന ഒരു വികലത എന്ന് പറയുന്നത് വ്യക്തമായി സംസാരിക്കാൻ സാധിക്കാത്ത വ്യക്തി എന്നാണ്. അപ്പോൾ അവിടെ അപൂർണത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ദൈവം മോശയെ തിരഞ്ഞെടുക്കില്ലായിരുന്നു. പക്ഷെ ആ ഉദ്യമത്തിന് മോശ ഒരിക്കൽ പോലും അപൂർണനല്ല എന്നുള്ള വ്യക്തമായ ഉറപ്പ് ദൈവത്തിനുള്ളത് കൊണ്ട് തന്നെയാണ് മോശയെ അത് ഏൽപ്പിച്ചതും അത് ഏറ്റവും ഭംഗിയായി ഏറ്റവും കൃത്യമായി അത് നിർവഹിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിലായിരിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തിനാ നമ്മൾ അപൂർണരാണ് എന്ന് മനസ്സിൽ കൊണ്ട് നടക്കും. നമ്മുടെ മുൻപിലുള്ളവർ നമ്മളെ അപൂർണരെന്ന് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തിനത് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നു? അനാവശ്യമാണ്, ആവശ്യമേ ഇല്ല. എല്ലാ രീതിയിലും നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പൂർണ്ണമായ കഴിവുകളോടുകൂടെ തന്നെയാണ് നമ്മെ സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി ചെയ്യാൻ വേണ്ടതായിട്ടുള്ള കഴിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന് വിഘാതമായി നിൽക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് വേണ്ട എന്ന് കരുതിയതായിരിക്കാം. അപ്പൊ നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പൂർണ്ണതയുള്ള നമ്മൾ ഒരിക്കൽ പോലും മാറി നിൽക്കരുത്. അതിന് നമ്മളിപ്പോ വലിയ വലിയ ലോകത്തെ
ഉയരങ്ങളിൽ എത്തിയിട്ടുള്ള വലിയ വലിയ വ്യക്തികളെ കുറിച്ച് നമ്മൾ പേപ്പറുകളിലാണെങ്കിലും ബുക്കുകളിലാണെങ്കിലും ഗൂഗിളിൽ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മൾ വേറെ ഒരിടത്തിലേക്കും പോകേണ്ട കാര്യമില്ല. ഇന്ന് പ്രത്യേകമായിട്ട് അവതരണത്തിൽ പറയുന്നുണ്ടായിരുന്നു ദർശന തറവാടിന്റെ എല്ലാമായ ഫാദർ സോളമൻ. ആ അച്ഛൻ മതിയല്ലോ. 2 കണ്ണിന്റെ കാഴ്ച ഇല്ലാതിരുന്നിട്ടും ഇത്രയധികം ദീർഘവീക്ഷണത്തോടെ തന്റെ കൂടെയുള്ളവരെയും ഇനിയും എന്റെ കൂടെ കൂട്ടേണ്ടവരെയും കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്രയും ദൃഢനിശ്ചയത്തോടെ ദീർഘവീക്ഷണത്തോടെ അച്ഛന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പൂർണ്ണതയെ അത്രയും വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ആ വ്യക്തിത്വം മതിയല്ലോ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഊർജവും കിട്ടാൻ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിന്റെ തലപ്പത്തിരിക്കുന്ന പല വ്യക്തിത്വങ്ങളും അന്ന് നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതുമായി കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മാനുഷികമായ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അപൂർണതയുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നവർ അല്ല. എല്ലാവരും തന്നെ ഇത്രയും ദീർഘവീക്ഷണത്തോടെയും ദൃഢനിശ്ചയത്തോടെയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും നമുക്ക് സൊസൈറ്റിയിൽ എന്ത് ചെയ്യാം, സമൂഹത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് പോവാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ മുന്നിലുള്ളവർ നമ്മളെ നയിക്കുമ്പോൾ അതിലൊരു സംശയവുമില്ലാതെ അനാവശ്യമായ ചോദ്യങ്ങളൊന്നും മനസ്സിൽ കൂട്ടിവെക്കാതെ നമ്മളുടെ ലക്ഷ്യവുമായി നമ്മെ നമ്മുടെ സൃഷ്ടാവ് എന്താണോ ഏൽപ്പിച്ചത് അത് ചെയ്യാനുള്ള പൂർണ്ണ കരുത്തുണ്ട് എന്ന് നമ്മൾ നമ്മെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ലോകത്തിന് അത് കാണിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഇതിലുള്ള ഓരോ അംഗങ്ങൾക്കും സാധിക്കട്ടെ എന്നും അങ്ങനെ നമ്മുടെ സൊസൈറ്റിക്ക് എല്ലാ രീതിയിലും ഇതിന്റെ നിർവചനങ്ങളെ അനാവശ്യമായി നമ്മൾ കുറവുകളുണ്ട് എന്ന് കാട്ടി മാറി നിർത്തുന്ന രീതിയിലേക്ക് ചിന്തിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ജനസമൂഹം ലോകത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഓരോരുത്തരും ഉറച്ച തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അച്ഛൻ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു വാർഷിക ആഘോഷം പുരട്ടി ജോസ് ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തോടെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ എല്ലാവരും തന്നെ നന്നായി പങ്കെടുക്കണമെന്നും അച്ഛൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി. അപ്പൊ ഈ ഒരു വേളയിൽ ആ വാർഷിക ആഘോഷത്തിനും പിന്നെ ഓരോ ആളുകൾക്കും അവരുടെ ജീവിതത്തിന്റെ ഉന്നമനത്തിലേക്ക് വേണ്ട സൊസൈറ്റിയിലുള്ള ഓരോരുത്തരെയും അവരുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പങ്ക് പ്രോജക്റ്റ് അതിലൊക്കെ ഏറ്റവും നന്നായി നിങ്ങൾക്ക് ചെയ്യാനും അങ്ങനെ എല്ലാ നമ്മളുടെ സമൂഹത്തിലെയും നമ്മുടെ നാട്ടിലെയും ദേശത്തെയൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളെയും കൂട്ടി ചേർത്ത് ഒരുമിച്ച് പോകാനും അങ്ങനെ വലിയ രീതിയിലേക്കുള്ള ഒരു സംരംഭമായി ഇത് മാറാനും സാധിക്കട്ടെ. അതിനുള്ള എല്ലാ തരത്തിലുള്ള ദൈവിക അനുഗ്രഹവും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകമായി ആശംസിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ പിന്നിലേക്കല്ല മുന്നിലേക്ക് പോകണമെന്നും അങ്ങനെ വന്നാൽ എല്ലാ തരത്തിലും നമ്മൾ പ്രഗത്ഭരെന്നും പൂർണ്ണരെന്നും വിചാരിക്കുന്നവർ കൂടി നമ്മുടെ കൂടെ ചേർന്ന് അങ്ങനെ വലിയൊരു രീതിയിലേക്കുള്ള ഒരു സൊസൈറ്റി ആയി ഇത് മാറട്ടെ എന്നും എല്ലാ രീതിയിലും ആശംസിച്ചുകൊണ്ട് എനിക്ക് ഇതിനൊരു അവസരം തന്ന ഏവരെയും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാഡം. കാരണം നവജ്യോതി സ്കൂളിൽ വന്നപ്പോ ഞങ്ങക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കലകള് ഒളിഞ്ഞിരിക്കുന്ന ആളുകളാണ് ഞങ്ങള്. പുറത്ത് അത് കൊണ്ടുവരാനുള്ള ഒരു യാത്രാ സൗകര്യം അങ്ങനെ കുറെ തടസ്സങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കുറച്ചു പേർക്ക് മാത്രമേ അത് മറികടക്കാൻ സാധിക്കുള്ളൂ. അകലെയുള്ളവരും എത്തിപ്പെടാൻ സപ്പോർട്ടൊക്കെ കുറവുള്ളവരായിരിക്കും. കുറച്ചു പേര് അത് അങ്ങനെ വന്ന് നമ്മുടെ കലകളെയൊക്കെ അവിടെ പ്രകടിപ്പിക്കാനും സമ്മാനങ്ങൾ വാങ്ങാനും ഒക്കെ സാധിക്കാത്തവരും ഉണ്ട്. അപ്പൊ ഇനി അവസരങ്ങൾ കിട്ടുമ്പോൾ സാധിക്കാത്തവർക്കും കൂടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം നല്ല ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ വന്നപ്പോ കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. വിശിഷ്ടാതിഥിയായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് റിട്ടയർഡ് SI ഓഫ് പോലീസ് ശ്രീ NK വിജയകുമാർ സാറാണ്. അദ്ദേഹം താമസിക്കുന്നത് നാട്ടികയിലാണ്. ഒട്ടേറെ നന്മയുള്ള പ്രവർത്തനങ്ങൾക്ക് പങ്കാളിയായ ശ്രീ NK വിജയകുമാർ സാറിനെ ഏറ്റവും ബഹുമാനത്തോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമസ്കാരം. എന്തായാലും ഈ തറവാട്ടിലേക്ക് ദർശന തറവാട്ടിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയാണ്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? എന്തായാലും നമ്മുടെ അധ്യക്ഷൻ
ഉദ്ഘാടകൻ പ്രഭാഷണം കഴിഞ്ഞ നമ്മളുടെ മാഡം ബിൻസി മാഡം, എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്ന കാര്യം മറന്നല്ല, ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ട്, എനിക്ക് അതൊരു സംശയം. കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ. ഞാൻ 77 പോലീസുകാരനായിട്ട് ഞാൻ സർവീസിൽ കയറി. ഇപ്പം ഞാൻ 2012 നവംബറിൽ ഞാൻ പെൻഷൻ പറ്റിപ്പോയി. പക്ഷെ ഞാൻ അത്ര വലിയ പഠിപ്പുള്ള ആളൊന്നല്ലായിരുന്നു. അത് തന്നെ സംസാരത്തിൽ അത്രയധികം നല്ല കഴിവും അറിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പോലീസ് വന്നിട്ട് ഞാൻ ചേർന്ന ശേഷമുള്ള എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാം എൻ്റെ എക്സ്പീരിയൻസാണ്. ഞാൻ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്, അതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുമ്പോൾ ഞാൻ SSLC ഫെയിലാണ് ഞാൻ. എന്നിട്ട് എനിക്ക് മറ്റുള്ള വലിയ വലിയ ഓഫീസർമാർക്കും IPS ഓഫീസർമാർക്കടക്കം ക്ലാസ് കൊടുക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയത് എൻ്റെ എക്സ്പീരിയൻസ് ആയത്. എൻ്റെ അത്രയ്ക്ക് ഞാൻ വളരെയധികം എല്ലാ കാര്യം ശ്രദ്ധ കൊടുത്തിരുന്നു. എല്ലാം ഞാൻ കേട്ടും കണ്ടുപിടിച്ച്. ഇപ്പോൾ ബിൻസി മാഡം പറഞ്ഞ കാര്യം ഞാൻ വളരെ ഹൃദ്യമായിട്ട് ഞാൻ അത് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ അത് ആവാഹിച്ച് തന്നെ പറയാം. അത്ര നല്ല പ്രഭാഷണമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഉദ്ഘാടകൻ്റെ ആയിക്കോട്ടെ, അധ്യക്ഷനായിക്കോട്ടെ, അച്ഛന്മാരെ പ്രഭാഷണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെ ഇതിലുള്ള എല്ലാ അംഗങ്ങളോടേക്ക് പറയാനുള്ളത്, നമുക്കെല്ലാവർക്കും കഴിവുണ്ട്. ആ കഴിവ് വളർത്തേണ്ടത് നമ്മുടെ മാതാപിതാ, ഗുരു, ദൈവം. അപ്പോൾ അച്ഛനമ്മമാർ നമ്മളെ കണ്ടെത്തിയിട്ട് നമ്മളെ പ്രോത്സാഹിക്കും. നമുക്ക് എല്ലാവർക്കും കഴിവുകളാണ്, ആരും അപൂർണമെന്നല്ല. ദൈവം സൃഷ്ടിച്ചത് തന്നെ പൂർണ്ണതയിലാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് തോന്നും, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല. എനിക്കെന്നെ അറിയാം, എൻ്റെ ഞാൻ അനുഭവമുള്ള ആൾക്കാർ, എൻ്റെ കൂട്ടുകാരൻ മകൻ ഒന്നും സംസാരിക്കാത്ത തന്നെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഒന്നും പറയാത്തൊരു കുട്ടീനെ കണ്ണെന്ന് പറയും, തിലകൻ്റെ മകൻ. അപ്പം നമ്മുടെ കൂട്ടം അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ മുതുകാടിൻ്റെ ഒരു സ്ഥാപനത്തിൽ ചെന്നപ്പോൾ ഒരു കൊല്ലാകുമ്പോഴേക്കും ആ കുട്ടി സംസാരിക്കാൻ പാട്ട് വരെ പാടി കരയാക്കിയത്. അത് പല കാര്യങ്ങളും. അപ്പം അത് ആരും അപൂർണ്ണമല്ല എന്ന് മാഡം പറഞ്ഞാൽ തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളീ പറഞ്ഞ പോലെ തന്നെ എല്ലാം നമ്മളിപ്പോൾ ബെൻസി മാഡത്തെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് തന്നെ ലീന മോള്, അങ്ങനെ പറഞ്ഞിട്ട്, കാരണം എൻ്റെ ചേട്ടൻ്റെ മകൾ എന്നല്ല പറയാം, എൻ്റെ ജോസേട്ടൻ്റെ മകളാണ്. ഇവിടെ ഞങ്ങളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, പഞ്ചായത്തിൻ്റെ ഒരു വാർഷിക സെമിനാർ. ആ സെമിനാറിനെ ഈ ലീന മാഡം അവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു തേജസ്, അതായത് മറ്റുള്ള അവിടുത്തെ എല്ലാവിധ നേതാക്കന്മാരും MLA അടക്കണ്ടായിരുന്നു. ലീന എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു പ്രത്യേക ചൈതന്യം നമ്മുടെ അനുഭവത്തെ നോക്കുമ്പോൾ തന്നെ എന്താ സംസാരിക്കാനുള്ള അവസരം വളരെ നല്ല ഭംഗിയായിട്ട്, അതായത് ദൈവികമായിട്ടുള്ള സംസാരങ്ങളും അത് തന്നെ നല്ല പ്രോത്സാഹനങ്ങളും നല്ല നല്ല കാര്യം മാത്രം പറയാനുള്ളൊരു മനസ്സ് ഞാൻ കണ്ടുകഴിഞ്ഞു. മറ്റുള്ള കാര്യം പല പകപ്പഴ പറയുമ്പോഴും ലീന മോളുടെ ആ പ്രഭാഷണം, അതാണ് ഞാൻ പറഞ്ഞു, നമുക്ക് ആർക്കും ലീന മോളുടെ അതുപോലെ തന്നെ മറ്റു കാര്യത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അവരെ മിമിക്രി ചെയ്യാൻ കണ്ടു, പലവിധ സൗണ്ടുകളും അതൊക്കെ ഇത്ര ഭംഗിയായിട്ട്. അത് തന്നെ എപ്പോഴും പ്രസൻ്റ് ആയിട്ടുള്ള മുഖം, അങ്ങനെ വേണം നമ്മളെല്ലാവരും എപ്പോഴും നല്ല മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക. ഞാൻ എൻ്റെ പോലീസ് ജീവിതത്തിൽ എനിക്ക് കുറേ പുരസ്കാരം കിട്ടിയിട്ടുണ്ടെങ്കിലും ഞാൻ ചിലപ്പോൾ അത് ഞാൻ ചീത്ത തല്ലിയിട്ടുണ്ടായിരിക്കും. ഇവിടെ തല്ലി കിട്ടിയിട്ടുള്ള അവരെ അമ്മയോ ഉമ്മയോ അമ്മച്ചിയോ എന്നെ കുറ്റം പറയില്ല. അങ്ങനെ കാര്യം എപ്പോൾ തല്ലേണ്ടിയും പോലീസുകാർക്ക് തടയേണ്ടിയും വരും. അപ്പം ഞാൻ തല്ലുകാരനൊന്നുമല്ല, വളരെ നന്നായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ SSLC ഫെയിലായി എനിക്ക് പോലീസ് അക്കാഡമി എന്നാൽ അവിടുത്തെ ഏറ്റവും പ്രഗൽഭപ്പെട്ട ആൾക്കാരനെ അവിടുത്തെ അധ്യാപകൻ, ചുരുങ്ങിയത് ഡിഗ്രിയുള്ള ആൾക്കാരനെ അവിടുത്തെ എല്ലാ അധ്യാപകൻ. പക്ഷെ ഞാൻ ഒരു ഡിഗ്രി ഇല്ല, 12 കൊല്ലം പെൻഷൻ പറ്റിയിട്ട് ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. കാരണം എന്താ, എൻ്റെ ആ ഒരു മനസ്സിൻ്റെ അകത്തുള്ള എല്ലാം പഠിക്കണം, എല്ലാം മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്ത. ഞാൻ നന്നായി പാട്ട് പാടാറുണ്ട്, കഥയും കവിത എഴുതാറുണ്ട്, അഭിനയിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ എനിക്കത് പറയാണ്ടിരിക്കാൻ പറ്റിയ കാരണം വലിയ വലിയ ഓഫീസർമാർ ക്ലാസ് എടുക്കുന്ന വലിയ വലിയ ഫാക്കൽറ്റീസ് കഴിഞ്ഞു. പക്ഷെ അതിലെനിക്ക് നല്ല മാർക്കുണ്ട്. ഒരു IMG കോഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്കുകൾ എനിക്കായിരുന്നു. അത് സയൻറ്റിസ്റ്റ്മാർ വന്നിട്ടുണ്ടായിരുന്നു, ഓഫീസർമാരായിട്ടുള്ള SP-മാർ, വലിയ വലിയ ഓഫീസർമാർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ ഇതുപോലത്തെയുള്ള ഞാൻ പരിപൂർണ്ണ എന്നുള്ള എൻ്റെ വിശ്വാസം എനിക്ക് നന്നായിട്ടുണ്ട്. ഒരു പാകപ്പെടില്ല എന്നുള്ള ആ ചിന്ത കൂടി നമ്മൾ ജീവിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടെന്നെനിക്ക് എത്താൻ പറ്റും എന്നെനിക്ക് വിശ്വാസമുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മുടെ വിൻസെൻറ്റ് പോൾ എന്ന് പറയുന്ന ഒരു DGP, അദ്ദേഹം എൻ്റെ ശിഷ്യനാണ്.
പക്ഷെ അദ്ദേഹം ഇന്നും അത് തന്നെ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, അത് നിങ്ങളോട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഏതൊരു വ്യക്തിയെയും അദ്ദേഹം എന്ന് പറയുള്ളൂ. ആരായിക്കോട്ടെ, ഒരു സ്വീപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു കുക്കായിക്കോട്ടെ, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ട് നമുക്ക് അതിശയം തോന്നും. എന്താണോ വിദ്യ വന്നത്, ഇദ്ദേഹം ഇരുന്നാലും എന്താണ് പറയാനുള്ളത്, ആ പറയുന്ന കാര്യം കേൾക്കേണ്ട മനസ്സ് കാണിക്കുന്ന അദ്ദേഹം. കേൾക്കാൻ ചിലതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഫോണിലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേട്ടൽ കാണിക്കും. അപ്പോൾ ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് എന്താണെന്ന് പരിപൂർണമായി കേൾക്കണം. അതാണ് ഞാൻ ഈ അലക്സാണ്ടർ സാറിനെ പറ്റി പറയാൻ കാരണം. അത് കേട്ടുകൊണ്ട് അതിനെ ദൂരീകരിക്കും. അതിന് വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളും യത്നങ്ങളും അദ്ദേഹം ചെയ്യും. എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമ്മളെ ഇന്ത്യയിലത്തെ ഒരു 10 പേരെ ബുദ്ധികൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ് ശ്രീ അലക്സാണ്ടർ ജേക്കബ്. ഒരിക്കലും അദ്ദേഹത്തിന് കൂടുതലാൾക്കാർ ആരും അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. എൻ്റെ 86 എൻ്റെ കമാൻഡൻ്റ് ആയിരുന്നു, അത് SP ആയിരുന്നു അദ്ദേഹം KP 2-ാം ബറ്റാലിയനിൽ. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം പറ്റിയ ബാക്കിയെല്ലാം കണ്ടുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പോലെ ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ പോലെ ആവാൻ പറ്റില്ല. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ കമാൻഡൻ്റ് ആയിട്ടുള്ള ശ്രീ അലക്സാണ്ടർ ജേക്കബ്, ഡോക്ടർ അലക്സാണ്ടർ ജേക്കബാണ്. അദ്ദേഹത്തിന് എന്നും ഞാൻ പറയും, ഏത് ക്ലാസ്സിൽ ചെന്നാലും ഞാൻ അദ്ദേഹം പറ്റി 2 വാക്ക് പറയും. അതിന് അനുഭവം പറഞ്ഞ് എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അപൂർണതയല്ല, എല്ലാവരും പൂർണ്ണതയുള്ള ആൾക്കാരാണ് എനിക്ക് പറഞ്ഞു. പിന്നെ മാത്രമല്ല, നിങ്ങൾ പല കഴിവുകളുണ്ടായിരിക്കും. പല കഴിവുകൾ നമ്മൾ സ്വയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും അത് ഉണർത്തിക്കുന്ന നമ്മളുടെ പിതാക്കളും അത് തന്നെ ബാക്കിയുള്ള നമ്മളുടെ അധ്യാപകരാണ്. എനിക്കറിയാം ദർശനത്തിൽ നല്ല നല്ല മനസ്സുള്ളവരാണ്. നിങ്ങളെല്ലാവരെയും ഒരു കൈപിടിച്ച് ഉയർത്തുന്നു. അപ്പം നേരത്തെ നമ്മളെ പ്രാർത്ഥന ചൊല്ലിയ കുട്ടി തന്നെ നന്നായി ചൊല്ലി. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മളെ ആ ഒരു പ്രോത്സാഹനം. ഇനി ഒരു പകപ്പെണ്ണെ തന്നെ ആരും അത് കുറ്റം പറയാൻ പാടില്ല, പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അത് നമ്മളെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സദസ്സരോ അല്ലെങ്കിൽ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള നല്ല പ്രവർത്തകരായിട്ടുള്ള ദർശനത്തെ എല്ലാ അംഗങ്ങളും ഇനിയും നമ്മുടെ കുട്ടികളെ നമുക്ക് ഉന്നതിയിലേക്ക് എത്തിക്കണം. എനിക്കറിയാം സ്റ്റാർ സിംഗറിൻ്റെ ഒരു കുട്ടി പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം രംഗത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാട്ട് അത് നമ്മളീ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിലേക്ക് എത്തിയ കുട്ടിയത് ഫൈനലിലേക്ക് എത്തിയ കുട്ടി. ഞാൻ ആ കുട്ടിയെ പേര് മറന്നുപോയി. ആ കുട്ടിയെ പാട്ട് എൻ്റെ ഭാര്യയെ നോക്കിയെന്ന് കരഞ്ഞുകൊണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അത്രയും നന്നായി പാടുന്നു. പക്ഷെ അതുവരെ ആ കുട്ടിക്ക് നമ്മൾ വിചാരിക്കും ഒന്നും പാടാൻ പറ്റില്ല എന്ന് വിചാരിക്കും. അതിൻ്റെ അമ്മ എന്ന് കരയും. പക്ഷെ ആ കുട്ടി പാടുന്ന കേട്ടാൽ പിന്നെ എന്താണ് നമ്മുടെ യേശുദാസാണോ യേശുദാസനൊക്കെ തോന്നിപ്പോകും അങ്ങനത്തെ പാട്ട്. പിന്നെ കുട്ടി അന്ന് പിന്മാങ്ങ ചെയ്ത് തോറ്റെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല. അപ്പം നമ്മളെല്ലാവരും നല്ല നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടുകാരൻ്റെ മൻ സംസാരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ക്ലാസ് കൊടുത്ത് അത് തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് മിടുമിടുക്കനായിട്ട് പാട്ടിനെ കേൾക്കണം. നല്ല പാട്ടെന്ന് കരയൊക്കെ പാടി ഞാനത് എനിക്ക് എൻ്റെ കൂട്ടിനെ അയച്ചു തന്നു. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ആരും മോശമല്ല, എല്ലാവരും നല്ല മിടുക്കന്മാരുന്നു. ഞാൻ പറഞ്ഞു ഞാനും ഒരു 10ാം ക്ലാസ്സിൽ തോറ്റ ആളാണ്. പക്ഷേ ഇതുപോലെ നല്ല അധ്യാപകന്മാരും നല്ല സുഹൃത്തുക്കളും ഇതുപോലെ തന്നെ പല വേദികളിലും ഞാൻ പോകുന്നത് കൊണ്ട് എനിക്ക് നല്ല ധൈര്യമാണ് ക്ലാസ് എടുക്കാൻ പറ്റും. ഇന്നലെ ഞാൻ ഒരു പരിപാടിക്ക് പോയിട്ട് എനിക്ക് 2 സമ്മാനം കിട്ടി. ചില പെൻഷൻസിൻ്റെ പരിപാടിക്ക്. എനിക്ക് ആദ്യം സംശയം ഞാൻ കിട്ടുമോ എന്നിട്ട്, എന്നാലും എൻ്റെ മനസ്സിൽ കിട്ടും എന്ന്. പിന്നെ അവസാനം ഇപ്പം എൻ്റെ മനസ്സിൽ ആരോ കയറി പറഞ്ഞു നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പാടി, എനിക്ക് 2 സമ്മാനം കിട്ടി. 2 പേര് പങ്കെടുത്ത് 2 സമ്മാനം കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഇതാണ്, നമ്മുടെ ഗുരുത്വം. ദൈവത്തെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ദൈവത്തെ നമ്മൾ മുന്നിൽ കാണണം. അത് നമ്മളെല്ലാവരും നമ്മുടെ ഗുരുനാഥന്മാരെന്ന് വിചാരിക്കുക. നമ്മുടെ അച്ഛനമ്മമാർ നമ്മളിപ്പോൾ നമുക്കറിയാം പലരും നമ്മൾ വാർത്ത കേൾക്കുന്നത്. പക്ഷേ ഏറ്റവും നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണെങ്കിലും നമ്മളെ പരിപാലിക്കുക, നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പരിപാലിക്കുന്നതായിരുന്നു നമ്മുടെ അമ്മ. അത് നമ്മളെ എല്ലാ കാര്യവും നമുക്ക് എല്ലാ ഉത്തരം തരുന്നത് നമ്മുടെ അച്ഛൻ, നമ്മുടെ അധ്യാപകന്മാർ. അവരൊക്കെ നമ്മളെ വളരെയധികം മാനിക്കുക. നല്ല കുട്ടികളായിട്ട് നമ്മൾ വളരുക. ഒരിക്കലും നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾക്ക് ഭയം പാടില്ല. ഭയം പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ താലൂക്ക് സ്കൂളിൽ കുട്ടി പ്രീതി എന്ന് പറയുന്ന കുട്ടി കള്ളനിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പം ഞാൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടവ്, ഒരു മാർഷൽ ആർട്സിൻ്റെ ഭാഗം ആ കുട്ടി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
എല്ലാവർക്കും ഞാൻ കാണിച്ചു കൊടുത്തുള്ള കാര്യം അത്. നമ്മുടെ കൈ പിടിച്ചാൽ നമ്മൾ പിടിക്കേണ്ട ഒരു പ്രത്യേക ഒരു പോയിന്റ്, ഒരു മർമാണി തന്നെ പറയാം. ആ കുട്ടിയെ കള്ളനെ നിന്ന് രക്ഷപ്പെട്ടത് ആ പ്രവൃത്തി കണ്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും വന്നാൽ നമ്മൾ ധൈര്യപുറമെ ഒരു കരയരുത്, നമ്മൾ ഷൗട്ട് ചെയ്യാം. അല്ലാതെ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ഭയപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ആ നമ്മളെ എതിരാളിക്ക് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നമ്മളെ അകത്ത് തകർന്നു പോകും. നമ്മൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കാം, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ആർക്കും ഒരു പേടി ഉണ്ടാക്കി. അങ്ങനെ ആ കുട്ടി ആ കളഞ്ഞ് രക്ഷപ്പെട്ടു. ആ കുട്ടിക്ക് പുരസ്കാരം കിട്ടി. MLA MP ഒക്കെ വന്ന കുട്ടി വീട്ടിൽ വന്നു. ഞാൻ കുട്ടി വീട്ടിൽ പോയി, എനിക്ക് സ്കൂളിൽ നിന്ന് പുരസ്കാരം കിട്ടി. അപ്പോൾ അതൊക്കെ നമ്മുടെ ആ ഒരു ഭാഗമാണത്. കാരണം ധൈര്യത്തിൻ്റെ തന്നെ നമ്മുടെ അധ്യാപകന്മാർ പറഞ്ഞു കൊടുത്ത മനസ്സാ ശിരസാ വഹിക്കുക എന്ന് പറയും. അങ്ങനെ നിങ്ങളെ എല്ലാവർക്കും ഞാൻ നന്മ പറയുന്നത് കൂടാതെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ച എൻ്റെ കൊച്ചുമോൾ ലീന, എൻ്റെ ജോസേട്ടൻ്റെ മോളിന് ലീനയോട് ഞാൻ പ്രത്യേകം നന്ദി പറയാതെ തന്നെ ഈ സംഘാടകമായിട്ട് എല്ലാവർക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാം, ഈ മാസം 23-ാം തീയതി നിങ്ങൾ വാർഷിക എന്തോ ഒരു ഞാൻ മറന്നുപോയത് അതിലേക്ക് ആ വാർഷിക ആഘോഷത്തിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരാൻ എന്നെ വിളിക്കണം. എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഒന്നും കൂടി ഉറക്കക്കൂടി ഞാൻ പറയാൻ, എല്ലാവർക്കും ധൈര്യം വേണം. ഞങ്ങളെല്ലാവരും നമ്മൾ ജയിക്കുമല്ലോ, നമ്മളെല്ലാവരും നമുക്ക് കഴിവുണ്ട് എന്നും വിചാരം വേണം നമുക്കെപ്പോഴും. ആരും മോശമല്ല, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളാണ്. അങ്ങനെയുള്ള എല്ലാ നന്മകളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇപ്പം നമ്മളെ മറ്റു പല ആൾക്കാരും സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അങ്ങനെ പറ്റേ എന്ന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നതിനായി കുമാരി ട്രീസ മുള്ളൂർക്കരെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേൾക്കാലേ? കേൾക്കാം. ദർശന ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ശനിയാഴ്ചകളിലും നടത്തുന്ന 194ാമത് സ്നേഹ സംഗമത്തിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ദർശന ക്ലബിന്റെ എല്ലാ ഭാരവാഹികൾക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആദ്യമായി നന്ദി പറയുന്നത് ദർശന ക്ലബിന്റെ ഡയറക്ടറും ദർശന സർവീസ് സൊസൈറ്റിയുടെ പ്രസിഡന്റുമായ റവറർ ഫാദർ സോളമൻ കടമ്പാട്ട് പറമ്പിൽ CMI അച്ഛനെയാണ്. അച്ഛൻ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയിലും നമ്മോടൊപ്പം മുൻപന്തിയിൽ നിന്ന് നമ്മെ നയിക്കുന്നു. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടും കൂടി എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സ്നേഹ സംഗമം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനെത്തിയ റവർ ഫാദർ ചാൾസ് ചിറ്റാട്ടുകാരൻ. അച്ഛൻ പാറക്കടവ് ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരിയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയുന്നത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹ സംഗമത്തിലേക്ക് മുഖ്യ അതിഥിയായി എത്തിയ ഡോക്ടർ ബിൻസി OG മാഡമാണ്. മാഡം നവജ്യോതി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വുമൺ ഒളരിക്കരയിലെ ഇംഗ്ലീഷ് അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. മാഡത്തിന് ഏറ്റവും സ്നേഹത്തോടെ എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് എനിക്ക് നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് സ്നേഹ സംഗമത്തിലേക്ക് വിശിഷ്ട അതിഥിയായി എത്തിച്ചേർന്ന ശ്രീ NK വിജയകുമാർ സാറിനാണ്. സാറ് റിട്ടയർഡ് SI ഓഫ് പോലീസ് ആണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ദർശന ക്ലബിന്റെ പ്രസിഡന്റായ ശ്രീ ഷിബിൻ ഹാരിക്കും കോർഡിനേറ്ററായ PUS കോട്ടപ്പുറത്തിനും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തത് ഈ സ്നേഹ സംഗമം അവതരണം ചെയ്യുന്ന കുമാരി ലീന MJ നാട്ടികയ്ക്കും പ്രാർത്ഥനാഗാനം ആലപിച്ച കുമാരി റീന വടകരയ്ക്കും സ്വാഗതം പറഞ്ഞ ശ്രീമതി അശ്വതി സോമനും റിപ്പോർട്ട് അവതരിപ്പിച്ച ശ്രീ ജോസ് കൊരട്ടി ചേട്ടനും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായി 194ാമത്തെ സ്നേഹ സംഗമം അറേഞ്ച് ചെയ്തിരിക്കുന്ന ദർശന ലിറ്റിൽ ബ്രദറൻ ഗ്രൂപ്പ് അംഗങ്ങൾക്കും പിന്നെ എല്ലാ ഗ്രൂപ്പ് ലീഡേഴ്സിനും എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പേരിലും ദർശന ക്ലബിന്റെ പേരിലും നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
കൃത്യമായി തന്നെ നന്ദി പറഞ്ഞു. 194 സ്നേഹസംഗമം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 195 സ്നേഹസംഗമത്തില് എല്ലാവർക്കും ഒത്തുകൂടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.